ദേശീയ സേവാഭാരതി കേരളത്തിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ പൂഞ്ഞാർ ശ്രീനിലയം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗോവ അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ IRS ഉദ്ഘാടനം നിർവഹിച്ചു. ഏതോ ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചികിത്സ സംബന്ധമായ കാര്യങ്ങൾ, അതിനേക്കാളേറെ മരണാനന്തരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. സാമ്പത്തികമായും മറ്റു കാര്യങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. മരണാനന്തര ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സാംസ്കാരികമായി നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്ന രീതിയിൽ അതിനെ ചെയ്യുക എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ചില സമയത്തൊക്കെ പറയാൻ വയ്യ. കാരണം ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അതിന് സാധിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് നടത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതൊന്നല്ല ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം, ചികിത്സ, ഇതൊക്കെയാണ് സാധാരണക്കാരൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ. ബാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തർക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു വലിയ ബാധ്യതയായ ഒരു കുടുംബത്തിൽ ചെന്ന് ചേരുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ചികിത്സ, എന്തിനാ ഞാൻ നേരത്തെ പറഞ്ഞാലും മരണാനന്തര ചടങ്ങ് പോലും. അപ്പൊ അതിനൊക്കെ ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അദ്വിതീയമായി മനുഷ്യത്വം എന്നുള്ളത് മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സേവാഭാരതി. പൂഞ്ഞാർ സേവാഭാരതി പ്രസിഡന്റ് AN ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ EP കൃഷ്ണൻ നമ്പൂതിരി പദ്ധതി വിശദീകരണം നടത്തി. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനുറ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ക്ലിന്റ് അരിപ്പളക്കൽ, പഞ്ചായത്ത് മെമ്പർ TS ശ്യാംകുമാർ, RSS ജില്ലാ സംഘചാലക് KNR നമ്പൂതിരി, PR രാജേന്ദ്രൻ, R രാജീവ് വെട്ടിമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു.